ഭയങ്കര ചൂട് കിട്ടോ അല്ലേനു ചൂടില്ലേ? ഞങ്ങളെ ഫ്രണ്ട് എയർപോർട്ടിൽ വന്നിട്ടുണ്ട് ഷാജി. അപ്പം ഷാജിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എടുക്കും വേണം. ഞാനും എന്തിനാ ഇതൊക്കെ എടുത്തിട്ടുള്ളത്? എവിടെയും തൊടാൻ പറ്റൂല. എന്നെ എവിടെയെങ്കിലും തൊട്. എവിടെയും തൊടണ്ട, ഭയങ്കര ചൂടേ കയറും. പോവാ. AC വരെ ചൂടാണ്. പിന്നെ നമുക്ക് ആദ്യം ആദിൽ കാക്കൂനെ എടുക്കാം. ആദിൽ കാക്കൂനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്നിട്ട് ആദിൽ കാക്കൂനെ എടുത്തിട്ട് പിന്നെ ഒരു താത്താന്റെ ഫോണ് കേട് വന്നിട്ടുണ്ട്. നല്ലൊരു അമ്മായി പോണോക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിൽ പോവാം. ഷാജിനെ എടുക്കണ്ടേ? ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോയിട്ട് ഷാജിനെ എടുക്കണത്. അതിന്റെ വേറെ കാര്യം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഷാജിത്തെ ഗൾഫിൽ വന്ന് ദുബായിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് കണ്ടില്ലേ കമന്റ്? യൂട്യൂബിലത്തെ കമന്റ് കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. ആരാണ് അവൾ? ഏതാണ് ഗേൾഫ്രണ്ടാ? എവിടെയാണ് അവൾ? എന്താണ് അവൾ? ആരെ? ആണോ? 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 ആണ്? 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 ആണെന്നോ? എന്തെങ്കിലും ഒന്ന് പറയാന്ന്. എന്താ കാക്കൂനോട്? അത് കാക്കൂന്റെ അല്ലേ? കാക്കൂല്ലേ ഇന്നലെ മേടിച്ച്? ഇജ് ഇന്നലെ അപ്പൊ അതിനെന്താ കേട്ടത്? ഇജ് ഇന്നലെ ലൈസ് മേടിച്ചിക്കല്ലേ? ഞാൻ ഷാജിന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയിക്കൊണ്ടിട്ടോ. കുട്ടികളെ മരക്ക് കൊഞ്ഞുണ്ട്. സ്റ്റാൻഡേർഡ് കളയത്തിട്ടോ ഞാനോ? ഏത് ബുക്ക് വേണം? ആണോ? ചൂടുണ്ടോ ഇത്? ഭയങ്കര ട്രാഫിക് കേട്ടോ. ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ പോലം ജാതി ട്രാഫിക്. ഷാജി വന്ന ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു പോകാനുള്ള പേടിയാണ്. അല്ലെങ്കിൽ എടുത്തോ പിടിച്ചോ എന്നുള്ള സ്വഭാവക്കാരാണ് ഇവരൊക്കെ. നമ്മളവിടെ എത്തുമ്പോഴത്തേനും ഇങ്ങനെ ഷാജി പോയി കഴിഞ്ഞ് പിന്നെ നല്ല വിഷമം ഉണ്ടാവും. തീർച്ചയായും വെള്ളം കണ്ടിക്കാ വിഷമം തീർക്കാൻ. ഇത് തുറന്നേ. ഉച്ചിന്റെ കഴിഞ്ഞു. അവിടെ ടേസ്റ്റ് ഉണ്ടല്ലേ? മീശല്ല, പാലാണ്. ജ്യൂസാണത്. അതിൽ കാക്കു എന്നാളെ നമ്മളൊരു ഫോൺ മേടിക്കാൻ വേണ്ടി പോയില്ലേ? നമ്മള് ഇന്നലെ ഫോൺ കൊടുക്കാൻ വേണ്ടി പോയില്ലേ? ഒരു ആന്റിന്റെ അടുത്ത്. ഒരു ആന്റിന്റെ അടുത്ത് ഫോൺ മേടിക്കാൻ വേണ്ടി പോയില്ലേ? ആ ആന്റിന്റെ ഫോണ് കേട് നിൽക്കണം. അപ്പൊ നമുക്ക് ആദിൽ കാക്കൂനെയും കൂട്ടിയാണ്ട് നേരെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാം? ആദിൽ കാക്കൂനോട് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞത്. നല്ല ലുക്കുണ്ട്. എവിടെ പിരികെത്തുമ്പോ? എവിടെ മോഡലായിട്ട് വരണ്ടോ? ആദിൽ കാക്കൂന് റൊണാൾഡോന്റെ കട്ട് ഇതാക്കി വെച്ചിക്കല്ലേ മോഡല്. എന്താ മുടിമക്ക് വരെ എന്താ എല്ലാരും ആണിച്ച് എത്ര നേരമാക്കി പോയാ ഷാജി വന്ന പ്ലേറ്റ് തിരിച്ചു? ഇല്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ
അറിയാതെ പോയിട്ട് ഒരു പെണ്ണിന്റെ ഫോണ് കേട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിൽ പോകും. എത്ര മണിക്ക് ഫ്ലൈറ്റിനാണ് ഷാജിന്റെ? 3:30 അപ്പത്തിനെത്തും. വേറെ കാര്യം ഉണ്ടോ, ഞാൻ ഫോണ് നന്നാക്കാൻ അടുത്ത് തന്നിന് ഒരു കസ്റ്റമറെ. പൊട്ടിപ്പോയിട്ടുള്ള ഒരു ഫോണാണ് iPhone 15 Pro. അപ്പൊ അതെന്ത് ചെയ്തേക്കണ്, കൊണ്ടുപോയിട്ട് ഏതാണ്ട് ഒരു മാസത്തിന് മേലെ ആയി. പക്ഷെ എന്തുണ്ട്, സ്ക്രീനിന്റെ ഇവിടെ ഇങ്ങനെ പൊട്ട് കാണിച്ചിട്ട് ഇത് എന്റെ കയ്യിൽ നിന്ന് എനിക്കറിയില്ല ഇതെങ്ങനെ വന്നത്, എങ്ങനെ ഇത് പൊട്ടിയതെന്നൊന്നും അറിയില്ലാണ്ട് ഇപ്പൊ ആകെ പണി ചെയ്യണം. ഇപ്പം നീ ഫുഡ് കഴിച്ചോ? എന്താ കഴിച്ചേ? സാമ്പാറും ചോറും. ആരുണ്ടാക്കിയ സാമ്പാർ? റൂമത്തെ ചങ്ങായി. അവിടെ മെസ്സ് കൊടുക്കുന്നുണ്ട് പോലെ? മെസ്സ് കൊടുക്കുന്നുണ്ട്. 3 നേരത്തിന് എത്ര? 2000 2 നേരത്തിന് എത്ര? 200. ഫുഡ് എങ്ങനെയുണ്ട്? 2-3 ദിവസം അങ്ങനെ സാമ്പാറും ചോറൊക്കെ കയറാം, ബാക്കി ദിവസം കുഴപ്പമില്ല. മനസ്സിലായില്ല. ഇന്നിപ്പോ സാമ്പാറും ചോറല്ലോ ഉച്ചക്ക്. അങ്ങനെ 2-3 ദിവസം വലിയ രസമുള്ള കൂട്ടാണ്ടാവില്ല. എന്താ പിന്നെ? സാമ്പാറും ചോറും പരിപ്പേറും ചോറും കടലയും ചോറൊക്കെ കയറാം. അല്ലാത്ത ദിവസം മീന്, ബീഫ്, ചിക്കനൊക്കെ ഉണ്ടാവും. ഷാജിമായാണല്ലോ. അതൊന്നല്ല, ഷാജി ദുബായിക്ക് വന്നിക്കണോ, ഷാജി ദുബായിൽ കാണാൻ വരുന്നുണ്ടോ, ഷാജി യൂട്യൂബ് കണ്ട് ഷാജി ദുബായി വരുന്നുണ്ടോ, ഷാജി വരുന്നുണ്ടോ. ഞാൻ അങ്ങനല്ല ഷാജി ഷാജി ദുബായിൽ വരുന്നുണ്ടോ, ഷാജി ദുബായിക്ക് എത്തിയോ, ഷാജി എപ്പോഴാ ദുബായിക്ക് വരുന്നത്, ഷാജിനെ ഞാനാണ് കൊണ്ടുവരുന്നത്. മൊത്തം ഊടുപാട് ഷാജി 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 ഷാജി. ഷാജിനെ കാണാലോ ഉച്ചത്തിലോട്ടെ. ഷാജിനെ കാണാൻ ഉച്ചത്തിലാ? വെയിലുള്ളൂല്ലേ? അങ്ങക്ക് ഫുള്ള് കമന്റ് വരുന്നത് ഷാജി ദുബായിൽ എത്തിയോ എത്തിയോ? അതെ, ഷാജിക്ക് പാസ്പോർട്ട് എടുത്ത് കൊടുക്കണതും ലൈവിലെന്തോ ഷാജി ദുബായിൽ എത്തിന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കാണാൻ പോണ ഷാജി വേട്ടവളയും ഷാജിയാണ്. അത് ഈ ഷാജി എത്തി വടിവാൾ ഷാജി. വടിവാൾ ഷാജി വേട്ടവളിയനല്ല, വടിവാൾ ഷാജി. അടിവാൾ ഷാജിനെയാണ് ഞാൻ കാണാൻ പോണത്. എന്റെ പഴയ സുഹൃത്താറിന് വെട്ട്, കൊലപാതകം, കിഡ്നാപ്പ് ഇതൊക്കെ ആയിരുന്നു മുമ്പ് പരിപാടി. പെണ്ണാണോ? അത് വടിവാൾ ഷാജിയോ? വടിവാൾ ഷാജി താടിയൊക്കെ വെച്ചിട്ട്. താടിയൊക്കെ വെച്ചിട്ട്. അപ്പൊ ആ ഷാജിക്ക് പോണതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർക്ക് ഒരു ഫോൺ നന്നാക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോൺ എന്താ വെച്ച് കഴിഞ്ഞാല് എബവ് 50,000 ഞാൻ നന്നാക്കി കൊടുത്തോണത്. പിന്നെ 2,500 ദിറംസിനാണ് ആ ഫോൺ ഞാൻ നന്നാക്കിയത്. പക്ഷെ നന്നാക്കി നോക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നന്നാക്കി കൊടുത്ത സംഭവം റീസ്റ്റോർ ചെയ്ത് പൊട്ടിപ്പൊലിയിട്ടുള്ള ഒരു ഫോണാണ്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് സ്ക്രീനിന്റെ മുകളിൽ ഒരു റൗണ്ട് നമ്മളെ പഴയ കാലത്ത് മഷിയൊക്കെ പരയില്ലേ, അതേമാതിരിക്കായിട്ടുണ്ട്. അപ്പം അപ്പൊ അവര് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് അവരെ കയ്യിൽ നിന്ന് ചാടിയിട്ടൊന്നുമില്ല. ചാടാണ്ട് ഇപ്പൊ ആ ഒരു കംപ്ലൈന്റ്സ് വരില്ല. സംഭവം ഇപ്പൊ എന്താണ് അവിടെ പോയിട്ട് നടക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. ഇനി എന്തായാലും പോയി നോക്കുക നമുക്ക്. വണ്ടി നീങ്ങുന്നില്ലേ? അത് സിഗരറ്റില്ല. ഞാൻ വലിക്കില്ല, നിനക്കറിയില്ലേ? ഞാൻ സിഗരറ്റ് അടിക്കില്ലല്ലോ. സിഗരറ്റ് അടിക്കില്ല, ഞാൻ ഫുള്ള് കഞ്ചാവ് കഴിക്കാനാ. 3 മണിക്ക് ഡ്യൂട്ടിണ്ട്. അജിക്ക് മെസ്സേജ് അയച്ചിനി, ആർക്കും ഒരാൾക്ക് ജോലിയാക്കി കൊടുക്കണ മേഖലകളുണ്ടാവും. അജിക്കാന്റെ മേഖലകൾ ഇവിടെ ഉള്ളത് ഉണ്ടാവും. ആർക്കാണ് ചോദിച്ചത്? അതിന് ജോലി ഉണ്ടോ? ആർക്കാണ് കൊടുക്കാൻ പറ്റുക? അല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല. ചെക്കന്മാർക്കില്ല ജോലി നമ്മളെത്തില്ല. ചെക്കത്തിയേക്കുള്ളൂ ഫുള്ള് കാര്യത്തിലൊരു ഓഫീസ് ഗേളിന് ഡ്യൂട്ടി ഉണ്ട്. ഉണ്ടോ? എവിടെ? അബുദാബി മുസ്തഫയില്. അബുദാബിക്ക് പറ്റൂല. ഇവിടെ കിസൈസിൽ എവിടെയുണ്ടോ? അത് നോക്കണം. കൊറേ ഗേൾ ഫ്രണ്ട് ഉണ്ട്, പക്ഷെ ഒറ്റ ഒന്നിനും ജോലി ഇല്ല. ജോലി ഇല്ലാത്ത ഞാൻ അവിടെ കൊടുത്തിട്ട് എന്ത് കാര്യം? ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. ഓക്കെ, പറയണില്ല എന്നാല് ഷാജി ഗുണ്ടാണ്. ഗുണ്ട പൈസ കൊണ്ടുപോകും, വടിവാള് കൊണ്ട് വെട്ടും. പേടിയുണ്ടോ? കുട്ടപ്പൻ ഷാജിയോ?
ആ ഷാജി എന്ത് ചെയ്യാ? എന്തിന്? വടിവാൾ ഷാജി കൊല്ലും. ആരെ വേണേലും കൊല്ലും. ഞാൻ പറഞ്ഞാ മതി. ഇപ്പച്ചിനെ കൊല്ലാൻ പറയട്ടെ? ഇപ്പച്ചിനെ കീർത്തിയായിട്ടുണ്ട്. ഇപ്പച്ചി പാവുന്നല്ല, എന്നെ കീർത്തിയാട്ടും. എന്റെ പച്ചീനെ എല്ലാ സമയത്തും കണ്ടിക്കണേ. എന്റെ പച്ചി ഭയങ്കര വികൃതിയാണ്. നുള്ളും ഇന്ന നുള്ളകളൊക്കെ ഞാൻ വടിവാൾ ഷാജിനെ കൊണ്ട് തല്ലിപ്പിക്കും. ആരാണ്? ആളെ പേര് അറിയും? അങ്ങനെ വടിവാൾ ഷാജിനെ കൊണ്ട് എങ്ങനെ വടിവാൾ ഷാജിനെ തന്നെ എയറോപ്ലെയിൻ, 2 എയറോപ്ലെയിൻ. വടിവാൾ ഷാജി ഒന്നും വരുമൊന്നുമില്ല. പിന്നെ വടിവാൾ ഷാജി നമ്മളെ എയർപോർട്ടിൽ നിന്ന് എടുക്കും. അവിടെ നല്ലൊരു അമ്മായി. ഇന്ന് അതല്ലേ കുഴപ്പം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കണില്ല, അമ്മായിനെ എടുത്തിട്ടില്ല. ഷാജിനെ എടുക്കണില്ല. അപ്പൊ നൈനൂസ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വടിവാൾ ഷാജി നമ്മൾ എടുക്കാൻ പോണില്ല. ഇത് ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം മുന്നേ ഞാനൊരു കസ്റ്റമർക്ക് നന്നാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചാണ്ട് എന്ത് ചെയ്ത്, ഈ സാധനം ഓണാണില്ല, സ്ക്രീൻ നിങ്ങൾ ഇതാക്കി, നിങ്ങൾക്ക് ഞാൻ അത്രയും പൈസ തന്നല്ലേ, എന്നിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ പണിയൊക്കെ എടുത്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 മാസം വരെ പിന്നാലെ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? നന്നാക്കി തന്നോന്ന് വിചാരിച്ചാണ്ട് നിങ്ങളെ പിന്നാലെ എടുക്കാൻ പറ്റുമൊന്നുമില്ല. നല്ല രീതിയിൽ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊണ്ടുപോയി നന്നാക്കി തന്ന സാധനം നിങ്ങൾ കൊണ്ടുപോയിട്ട് കിണറ്റിലും പറ്റിലും മറ്റിലും കൊണ്ട് കക്കൂസിലൊക്കെ കൊണ്ടുപോയിട്ട് കേടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അരിക്ക് ഇടുക, അതൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സ്ക്രീനിന്റെ ഇവിടെ കണ്ടൊരു ഡോട്ട്, ഈ ഡോട്ട് ഫോണ് താഴെ വീഴാണ്ട് ഒരിക്കലും വരില്ല. എന്നിട്ട് ഇത് വെറുതെ വന്നതാണ്, ഞാൻ ഉറങ്ങി കിടന്നപ്പോ വന്നതാണ്, ഓട്ടോമാറ്റിക് വന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വടിവാൾ ഷാജിനെ കൊണ്ട് ഞാൻ വെട്ടിപ്പിക്കും. അതിനാണ് ഞാൻ വടിവാൾ ഷാജിനെ കൊണ്ടുവരുന്നത്. കുറെ ആൾക്കാർ ഇങ്ങനത്തെ സ്വഭാവക്കാരുണ്ട്, കേടെടുത്തിട്ട് നമ്മളെ നല്ലയിടുന്നു. നന്നാക്കാൻ തന്നെ നന്നാക്കി തരും, അത്രേ ഉള്ളൂ. വടിവാൾ ഷാജി ഉയിര്. ഞാൻ ഷാജിനെ പോയി കൊണ്ടിട്ട് കേട്ടോ. ഷാജിനെ പിന്നെ കാണിച്ചു തരാം ഞങ്ങൾ. വടിവാൾ ഷാജി ഒന്നും വരുമൊന്നുമില്ല. പിന്നെ വടിവാൾ ഷാജി നമ്മളെ എയർപോർട്ടിൽ നിന്ന് എടുക്കും. അവിടെ നല്ലൊരു അമ്മായി. ഇന്ന് അതല്ലേ കുഴപ്പം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കണില്ല, അമ്മായിനെ എടുത്തിട്ടില്ല. ഷാജിനെ എടുക്കണില്ല. അപ്പൊ നൈനൂസ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വടിവാൾ ഷാജി നമ്മൾ എടുക്കാൻ പോണില്ല. ഇത് ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം മുന്നേ ഞാനൊരു കസ്റ്റമർക്ക് നന്നാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചാണ്ട് എന്ത് ചെയ്ത്, ഈ സാധനം ഓണാണില്ല, സ്ക്രീൻ നിങ്ങൾ ഇതാക്കി, നിങ്ങൾക്ക് ഞാൻ അത്രയും പൈസ തന്നല്ലേ, എന്നിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ പണിയൊക്കെ എടുത്തതെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 മാസം വരെ പിന്നാലെ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? നന്നാക്കി തന്നോന്ന് വിചാരിച്ചാണ്ട് നിങ്ങളെ പിന്നാലെ എടുക്കാൻ പറ്റുമൊന്നുമില്ല. നല്ല രീതിയിൽ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊണ്ടുപോയി നന്നാക്കി തന്ന സാധനം നിങ്ങൾ കൊണ്ടുപോയിട്ട് കിണറ്റിലും പറ്റിലും മറ്റിലും കൊണ്ട് കക്കൂസിലൊക്കെ കൊണ്ടുപോയിട്ട് കേടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അരിക്ക് ഇടുക, അതൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സ്ക്രീനിന്റെ ഇവിടെ കണ്ടൊരു ഡോട്ട്, ഈ ഡോട്ട് ഫോണ് താഴെ വീഴാണ്ട് ഒരിക്കലും വരില്ല. എന്നിട്ട് ഇത് വെറുതെ വന്നതാണ്, ഞാൻ ഉറങ്ങി കിടന്നപ്പോ വന്നതാണ്, ഓട്ടോമാറ്റിക് വന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വടിവാൾ ഷാജിനെ കൊണ്ട് ഞാൻ വെട്ടിപ്പിക്കും. അതിനാണ് ഞാൻ വടിവാൾ ഷാജിനെ കൊണ്ടുവരുന്നത്. കുറെ ആൾക്കാർ ഇങ്ങനത്തെ സ്വഭാവക്കാരുണ്ട്, കേടെടുത്തിട്ട് നമ്മളെ നല്ലയിടുന്നു. നന്നാക്കാൻ തന്നെ നന്നാക്കി തരും, അത്രേ ഉള്ളൂ. വടിവാൾ ഷാജി ഉയിര്. ഞാൻ ഷാജിനെ പോയി കൊണ്ടിട്ട് കേട്ടോ. ഷാജിനെ പിന്നെ കാണിച്ചു തരാം ഞങ്ങൾക്ക്. താങ്ക് യു. ഹലോ ഗൈസ്, വെൽക്കം ടു എന്താണ് ഹലോ ചപ്പ കായ്സണോ? എടാ 3:50 എനിക്ക് അന്നെ പടിന്ന് പുറത്താക്കുവോ? 3:15 അല്ല പാർക്കിംഗ് ആരും പോയില്ലേ കൂടെ? ഇല്ലല്ല. ഇത് നോക്കിയോ? വെറുതെ പറയാ. ഇല്ലാന്ന്
ഇപ്പൊ വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു വട്ടം പോയ പ്രശ്നമില്ല. സെക്കൻഡ് റൗണ്ടിലാണ് ഫൈൻ അടക്കുള്ളൂ. സെക്കൻഡ് റൗണ്ടാ? ഫസ്റ്റ് റൗണ്ടിൽ വാണിംഗ്. ഷൂടിനും എട് ഞാൻ റൂമൊക്കെ ആക്കി തരാം. എന്നിട്ട് എന്നാ പിന്നെ ഓരോടെ ആക്കി കൊടുത്തിട്ട് യൂട്ടർ അടിച്ചിട്ട് വരാം നമുക്ക്. ഓക്കെ അതല്ലേ? ഇതല്ല എനിക്ക് പനി മരുന്ന് കുടിക്കണം കേട്ടോ. 5 മില്ലി കൊടുക്കണം കേട്ടോ ഇത് മരുന്ന്. 2 5 മില്ലി. അത് ഇപ്പച്ചിന് മരുന്നല്ലേ, നൈനുവിന്റെ മരുന്ന് കണ്ട മനസ്സിലല്ലേ? എനിക്ക് ഫോട്ടോ എടുത്തായിരുന്നു എന്നെ. എന്നിട്ട് ആ കുപ്പിന്റെ അടപ്പില്ലേ, ആ കുപ്പിന്റെ അടപ്പ് ശരിക്ക് വാഷ് ചെയ്തതിനു ശേഷം എനിക്ക് 5 മില്ലി ചെയ്തിട്ടുണ്ടാവും. അത് കൊടുക്കണേ, അത് കുടിക്കണം കേട്ടോ. എന്നിട്ട് ഫുഡ് എടുത്ത് കഴിക്ക്. ഞാൻ അപ്പൊ വേഗം വരാം. ഇനിയിപ്പോ ഇനി പുറത്തേക്ക് പോരണ്ട. ആ മേടിക്കാം. ഫ്രൂട്ട്സ് ചെയ്യാൻ വരുമ്പോ കൊണ്ടുവരാം. UK പോവാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടി എടുത്തിട്ട് പോകണം കേട്ടോ. ഞാന് മറ്റേ നിസാന്റെ എക്സ്റ്റേറ ആണ് പറഞ്ഞിട്ട് വണ്ടിണ്ട്. എക്സ്റ്റേറ അടുത്തിട്ട് വേണം പോവാന്. BMW ഒന്നും വേണ്ട. അയ്യോ എനിക്ക് പൈസ തന്നാ ഇതോ? 15 തന്നാ? ഇല്ലല്ല എനിക്ക് നിങ്ങളെ തന്നില്ല. ഇല്ല ഇപ്പൊ ഇനി ഇതിലില്ല, ഇനി പിന്നെ തരാം, നാളെ തരാം. നീ ഷാജിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോ തരാം. പിന്നെ അണ്ണ അത് മേടിച്ചോ?